പരിചാതാ സാറേ ഇന്ന് എത്ര പേര് ഔട്ടായി? അതങ്ങനെ പറയാൻ പറ്റില്ല സാറേ. പത്രം എടുത്തിട്ട് ചരമകോളം നോക്കേണ്ടി വരും. അതല്ലടോ, BHNL കണക്ഷൻ വേണ്ടെന്ന് വെച്ചവർ എത്ര പേരായിന്ന്? അതിപ്പോ നമ്മുടെ സർക്കിളിൽ ഒരു 10-14 പേരായിട്ടുണ്ട്. 14 പേരോ? പോരാ, കൂടണം. ഈ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടാവണം, നമ്മൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ മുറിയണം, അതിനുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിക്കണം. അതിപ്പോ നമ്മുടെ ടെക്നീഷ്യന്മാർ ചെയ്യണ്ടല്ലോ, അത് അവർ പ്രത്യേകിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട. ഈ കോപ്പറേറ്റീവ് മൊബൈൽ കണക്ഷനിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് കാശിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവമായിട്ട് കൊണ്ടുവന്നൊരു പണിയാണ്. അല്ലാതെ ഈ BHNL നക്കാപ്പിച്ചാൻ വെച്ച് നമ്മളെങ്ങനെ ജീവിക്കാനാണ്? ഇവിടെ ജോലിക്ക് വരുമ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോഴോ? ഇപ്പൊ കാറായി, വീടായി, സ്ഥലമായി. എന്റെ സൂതൻ സാറേ. മേഡം വരും. മേഡത്തിന് മനസ്സിലായോ? പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളതല്ലേ, പക്ഷെ എനിക്ക് പേരങ്ങോട്ട് കത്തിയില്ല. പേര് മണ്ടോദരി. ഇരിക്കും. വേണ്ട സാറേ, ഞാൻ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, കംപ്ലൈന്റ് പറയാനൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കസ്റ്റമർ കെയറിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞാ പോരെ? കസ്റ്റമർ കെയറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് കിട്ടിയോ? എന്ത്? അല്ല, വിളിച്ചപ്പോ കിട്ടിയോന്ന്? കസ്റ്റമർ കെയറെ വിളിച്ചപ്പോ കിട്ടി. ഭാഗ്യം. അങ്ങനെ സാധാരണ ആരും വിളിച്ചാൽ കിട്ടാറില്ലേ? ഇത് ഭാഗ്യമൊന്നുമല്ല, 100 തവണ വിളിച്ചിട്ടാ ഒരു തവണ ഒന്ന് കിട്ടിയത്. എന്നിട്ട് എന്താ പറഞ്ഞു? എന്നിട്ട് അവര് പറഞ്ഞു ഏതോ എക്സിക്യൂട്ടീവ് എന്നെ വിളിക്കുന്നു. എക്സിക്യൂട്ടീവ് വിളിച്ചില്ലേ? ഇല്ല. ഈ എക്സിക്യൂട്ടീവിന്റെ ഫോൺ കണക്ഷനേ BHNL അതായിരിക്കും. അതുകൊണ്ടെന്താ സാറേ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല? നമ്പർ പറയൂ, എന്ത് നമ്പർ അത്? ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്താ എഴുതിയെടുക്കാൻ? എന്റെ സാറെ 10-15 അക്കമുള്ള ഏതാണ്ട് ഒരു നമ്പർ അവര് പറഞ്ഞു, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത എന്തോ നമ്പർ എന്നൊക്കെ. ആ നമ്പർ നമ്മൾ സൂക്ഷിക്കണം, എന്നിട്ട് വേണം വിളിക്കണം. ഞാനൊന്ന് വിളിച്ചോട്ടെ. സാറ് സമാധാനം ഉണ്ടാക്കും, ധൈര്യമായിട്ടിരി. ഞാൻ പറഞ്ഞില്ലേ, BHNL കണക്ഷൻ പരിധിക്ക് പുറത്താ. ഇനിയിപ്പോ എന്താ ചെയ്യാ സാറേ? അല്ല, എന്താ മാഡത്തിന്റെ കംപ്ലൈന്റ്? എന്റെ സാറെ കംപ്ലൈന്റേ ഉള്ളൂ. ഇത് വിളിച്ചാ കിട്ടില്ല. ചിലപ്പോ പറയും ഈ നമ്പർ നിലവിലേ ഇല്ലെന്ന്, ചിലപ്പോ പറയും പരിധിക്ക് പുറത്താണെന്ന്, ചിലപ്പം വിളിക്കുമ്പോ റിങ് ചെയ്യും. അപ്പൊ എടുത്താ പിന്നെ ഒന്നും കേക്കില്ല. ഇത് മാത്രല്ല സാറേ, 4 ദിവസം മുമ്പ് ഞാൻ 164 രൂപയ്ക്ക് റീചാർജ് ചെയ്തതാ. ഇതുവരെ എനിക്ക് മെസ്സേജും വന്നിട്ടില്ല, എന്റെ ബാലൻസിൽ അത് കാണുന്നില്ല. ഇത്രേ ഉള്ളോ കംപ്ലൈന്റ്? BHNL കണക്ഷൻ എടുക്കുന്ന എല്ലാവർക്കുള്ള കംപ്ലൈന്റ് ആണിത്. ഞാൻ എന്ത് ചെയ്യണം? അതിനിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ, ഈ BHNL കണക്ഷനാണ് വേണ്ടെന്ന് വെക്കാം. ഈ നമ്പർ തന്നെ നിലനിർത്തിയിട്ട് വേറെ കമ്പനിയിലേക്ക് മാറിയാ പോരെ? സാറേ, നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ പറയണത് ശരിയാണോ? അല്ല, ഞങ്ങൾ ഈ ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക, അതാണല്ലോ. അതുകൊണ്ട് പറയാണ് BHNL കണക്ഷൻ ഒഴിവാക്കുക. നിങ്ങൾക്ക് നല്ല സേവനം കിട്ടണം, അതാണ് സാറ് പറഞ്ഞു തന്നത്. അതെ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മേഡം പോവല്ലേ, ഞാൻ പറയട്ടെ. എന്താണ് സാറേ? ഈ BHNL കണക്ഷൻ ഒഴിവാക്കിയിട്ട് വേറെ കണക്ഷൻ എടുക്കുക. എന്റെ പൊന്ന് സാറേ, അതെനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് ആലോചിക്കട്ടെ. അതെ, ഹസ്ബൻഡിന്റെ കണക്ഷനും BHNL ആണെങ്കിലേ അത് മാറ്റാൻ പറയട്ടാ. ഇവരൊന്നും ഇത് പൂട്ടിക്കാൻ സമ്മതിക്കൂല സാറേ, BHNL ഉപയോഗിക്കുള്ളൂ. അവനവന്റെ അല്ലേ എന്ന് കരുതിയിട്ടേ എന്തോരം കമ്പനി കിടക്കുന്നു.